ഹലോ സബ്സ്ക്രൈബ് അപ്പോൾ പി ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഗ്രാനി ചാപ്റ്റർ 2 ഡോർ എസ്കേപ്പ് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ കമൻറ്റിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡോർ എസ്കേപ്പ് ചെയ്യുമെന്ന്. അപ്പോൾ നമ്മൾ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ഡോർ ഇൻട്രോ പറഞ്ഞ് ഉറപ്പിക്കുന്നില്ല, നമ്മൾ ഡയറക്റ്റ് കളി സ്റ്റാർട്ട് ചെയ്തതാണ്. അത് ഡേ 1 ഇതാ സ്റ്റാർട്ടായി. അത് നൈസ് ആയിക്കാണ് ഡേ 1 ഇതാ സ്റ്റാർട്ട് ആയിക്കണേ. നമ്മൾ എപ്പോഴും കാട്ടുന്ന നേരെ നമ്മളെ ലിവർ വലിച്ചണേ, നേരെ മുകളിലത്തെ ഫ്ലോർക്ക് റഷ് ചെയ്ത് കയറണേ. അച്ഛന്മാർ ഞങ്ങൾ ഏത് ഗെയിം പറഞ്ഞാലും നമ്മൾ ട്രൈ ചെയ്ത് വെക്കുന്നതാണ്. പക്ഷേ ഓഫ്ലൈനായാലും നമുക്ക് മതിയൊക്കെ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൺലൈൻ ഗെയിം ഞാൻ അങ്ങനെ കളിച്ചിട്ടില്ല. ഓൺലൈൻ ഗെയിം ഞാനാകെ FF മാത്രമേ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ എല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗ്രാനും കൂടി പോയപ്പോൾ നമ്മൾ നേരെ മോൾക്ക് റഷ് ചെയ്യണം. മോൾക്ക് റഷ് ചെയ്തിങ്ങനെ എല്ലാ പ്രാവശ്യം പറഞ്ഞാൽ ഭാഗ്യം ഉണ്ടാവും. വെപ്പണിക്ക് ചെങ്കണ്ണ് ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും. അത് രണ്ടുമില്ലെങ്കിൽ ഒരു പ്രത്യേകതരം മാപ്പ് ആക്കാറത്. അപ്പോൾ നമ്മൾ നമ്മളത്തെ ഓരോ ഇത് വന്നപ്പോൾ ചെങ്കണ്ണ് പറഞ്ഞില്ലേ, ചെങ്കണ്ണുണ്ടാവും നമുക്ക്, ഇല്ലേ വെപ്പണിക്ക്. ഇത് രണ്ടുമില്ലാത്ത മാപ്പ് എന്ന് പറയുകയാണെങ്കിൽ എവിടുന്നെങ്കിലൊക്കെ വെച്ച് വെപ്പണിക്ക് കിട്ടുക. നമ്മൾ നേരെ ഗ്രാനിനെ തന്നെ അത് ടാർഗറ്റ് ചെയ്യണം. ഈ ഗ്രാന് പെട്ടെന്ന് ഓടി വരും. പക്ഷെ ഗ്രാനിപ്പോൾ ഭയങ്കര സ്ലോ ആണ്. ഗ്രാനിപ്പോൾ ചോടയാക്കാത്തതുകൊണ്ട് ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ഗ്രാനിനെ ആദ്യം നമ്മൾ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവിടെ ഇട്ടുകണേ. അപ്പോൾ ഗ്രാൻഡ് അങ്ങോട്ട് തിരിച്ചു പോകണേ. അപ്പോൾ നമ്മളത് ലോങ് ഒറ്റ വരും. അത് കറക്റ്റ് ഗ്രാൻഡ് പക കൊണ്ടും ചെയ്യാതെ കുഞ്ഞും അത് ഇന്നെ കണ്ട് പഠിക്കണം. ഏതാ അത് നമ്മൾ നേരെ ഗണ്ണ അവിടുത്തെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ് നമ്മൾ ഗ്രാൻഡ് അവിടുത്തെ സെക്യൂരിറ്റി എടുക്കണം. ഈ ചെങ്ങായി എന്തത് കാട്ടണേ. അത് നമ്മളിത് അവിടുത്തെ ഡ്രോപ്പ് ചെയ്തിങ്ങനെ അവിടെ എന്തെങ്കിലും റൂട്ടുണ്ടോ നോക്കുക. അത് ഇവിടെ ഒന്നുമില്ലേ എന്തത്. അവിടെ അപ്പോൾ അവിടെ ഒരു മീറ്റ് ഉണ്ട്, ഫ്രഞ്ച്, പിന്നെന്താ ഹെലികോപ്റ്റർ മാനുവൽ. ഈ ഹെലികോപ്റ്റർ എസ്കേപ്പ് അല്ലേ ഇത് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ കീ ഇവിടെ അവിടെ ഉണ്ട്. ഇതിലൊന്നുമില്ല, എന്താ കീ കാണുന്നില്ല ശരിക്കും, എന്താണെന്നറിയില്ല. അത് നമ്മളിത് നേരെ തുറന്നുകൊണ്ട് ഇതിലെന്താ ഉണ്ടാവണമെന്ന് നോക്കാം. ഇതിൽ ഡോർ ഹാൻഡിൽ, നമുക്ക് ഡോർ എസ്കേപ്പിന് ആവശ്യമുള്ള ഒന്നാമത്തെ സാധനം എന്താണ്, ഡോർ ഹാൻഡിൽ. അത് ഇതുകൊണ്ട് നമുക്ക് വെച്ച് കണ്ടുവരാം. ഓരോ നേരം കാത്തൊന്നും കാണാൻ എല്ലാം കൂടി വെക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഗ്രാനിയോട് നൈസ് കണ്ടവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട്. പക്ഷെ നമ്മളോട് വിളിച്ചൊന്ന്, പക്ഷെ ഗ്രാനി കണ്ടിട്ട് ആ ഗ്രാനി പോയിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് പോകാൻ. കണ്ട് വട്ടത്തിലാകട്ടെ കണ്ട് ഇറങ്ങി പോകേണ്ടി വന്നു. അതാ ഗ്രാൻഡ് അത് ഗ്രാൻഡ് എങ്ങനെ നമ്മളിവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഗ്രാൻഡ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഒറ്റയടി ഇല്ലവോ. ഞാൻ ഗ്രാൻഡ് തിരിഞ്ഞു നോക്കി അടിച്ചെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ സ്ലോ ആയത്. അതെന്താ നമുക്ക് ഫസ്റ്റത്തെ ദിവസം തന്നെ അടിയിട്ടിരിക്കുന്നത് ഡേ 1 നമ്മൾ അടി വാങ്ങിക്കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഡോർ ഹാൻഡിൽ ഒന്നും കൂടി വെക്കണം. നമുക്ക് അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്താൽ മതി. ആ സ്റ്റെപ്പുമ്പോൾ തന്നെ, പിന്നെ ആ സ്റ്റെപ്പുമ്പോൾ എടുത്താൽ മതി ഡോർ ഹാൻഡിൽ. അവിടെ ഡ്രോപ്പ് ചെയ്യാതെ നേരെ മുകൾക്ക് അടിക്കണേ. ഞാൻ നേരെ അടി കൊണ്ടുപോയി വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം മുന്നിൽ ഗ്രാൻഡ് ഫുള്ള് കുളമാണ്. അതിനോടെ ഗ്രാൻഡ്പയും പോകാൻ കാത്തിക്കാണ്. ഗ്രാൻഡ് പോയി, ഇനി ഗ്രാനിയോടെ ഗ്രാനും പോയി. അങ്ങനെ നമ്മൾ ഇനി നേരെ മുകൾക്ക് തന്നെ പോകേണ്ടി വരും. കാരണം മുകളിൽ ഇനി തോന്നുന്ന സ്ഥലങ്ങൾ നോക്കാനുണ്ട്. നമുക്ക് ഇനി ക്രൗബാർ കിട്ടണം, മറ്റേ കട്ടിംഗ് പ്ലേയേഴ്സ് കിട്ടണം, പിന്നെ ഹാൻഡ് വീൽ. ഇത് കിട്ടിയാൽ നമുക്ക് ഡോർ എസ്കേപ്പ് ചെയ്യാം. പക്ഷേ ഇനി നമുക്ക് ആദ്യം ഗ്രാനിക്കും ഗ്രാൻഡ് പാക്കൊന്ന് ചെറിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഇനി ഓവർ നേരം കാത്തില്ല. ഗ്രാനി ഒന്ന് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. പിന്നെ ഗ്രാൻഡ് വരുമോയെന്നറിയില്ല. എന്താണ് മൂപ്പരാക്കാൻ്റെ പണി നോക്കി അങ്ങനെ നടക്കും. വേറെ ആരും ഒരു മൈൻഡ് ഉണ്ടാവില്ല. ഇത് ഗ്രാനി അയാളെ മുന്നിൽ
ഷോക്ക് ട്രീറ്റ്മെൻറ്റാ അല്ലേ എന്താണ് ഷോർട്ട് ഗൺ കൊണ്ട് വെടി കൊണ്ട് കിടക്കാമെന്ന് വിചാരിച്ചോ. ഒരു മെയിലും ഉണ്ടല്ലോ, മൂപ്പരാക്കാൻ്റെ കാര്യം നോക്കി നടക്കും. ഇപ്പം തന്നെ എത്രമാതിരി സൗണ്ട് ഉണ്ടായിരുന്നു അറിയാം. പക്ഷെ എപ്പോഴും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആൾക്ക് ചുവടേക്കൂല, തലാട്ടി കളിച്ചിന്. ഗ്രാൻ ഇങ്ങനെ തലാട്ടി കളിച്ചിട്ടുണ്ട്. ഗ്രാൻഡ് പാനോട് വരില്ലെന്ന് പറയാൻ. പക്ഷെ ഗ്രാൻഡ് ചുവടേക്കൂല. പക്ഷെ അടിയത്തെ ലിവർ വലിച്ചിക്കണമെങ്കിൽ ഗ്രാൻഡ് ചുവടേക്കും. അതെന്താ സംഭവം മനസ്സിലായില്ല. എന്താണ് ഗ്രാൻഡ് വരൂല തോന്നുന്നുണ്ട്. ഇനി നമുക്ക് നേരെ പിന്നെ ലൂട്ടാൻ തന്നെ പോകേണ്ടി വരും. ഈ ചങ്ങായി വരൂലത്. നമുക്ക് ചുവടേക്കാത്താണ് ആ ഒറ്റ പ്രശ്നമുള്ളത്. ഗ്രാനി എണീച്ചിട്ടുണ്ടോ ഇത്? ആകെപ്പാട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാണ് 30 സെക്കൻഡ് ഗ്രാനി ഇല്ലാതെക്കുന്നു. അതിൻ്റെ ഇടയിൽ നടക്കൂലത്. നേരെ ലൂട്ടാൻ പോകത്. ഒത്തിനൊക്കെ ഗ്രാൻഡ് വന്നോളും. വന്ന് കാണാൻ ഒരടിയല്ല. ഇനിയും ബാക്കി 3 ഇടാണ്ട ഒരടി വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് കൗബാർ കിട്ടിയാണ്. ഈ മാപ്പ് ഭയങ്കര സുഖമാണല്ലോ, നല്ല എളുപ്പത്തിൽ വീടുണ്ടല്ലോ. ക്രോബാർ എത്തി. ഇനി പാഡിലോക്കിയും വേണം. അങ്ങനെ പാഡിലോക്കി കിട്ടിയാണ്. പിന്നെ കട്ടിംഗ് പ്ലെയർ. ക്രോബാർ എത്തിയാണ്ട് ആദ്യം തന്നെ ഗ്രാനി നമ്മൾ നേഴ്സായി കണ്ടുവന്നു. ഗ്രാനിക്ക് ഒരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഗ്രാനി നമ്മളിങ്ങോട്ട് നമ്മളുണ്ട് വെറുതെ സൗണ്ട് ഉണ്ടാക്കുമ്പോഴത്തേന് ഗ്രാനി വടിയെടുത്ത് അടി അങ്ങനെ വരുന്നവർ അങ്ങനെ മുന്നിൽ നിൽക്കും. അതാ ഗ്രാനിക്ക് ചെറിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തിക്കണം. ഇനി ഗ്രാൻഡ് പാനെ പോകാൻ കിട്ടൂല തോന്നുന്നുണ്ട്. നൈസായി കണ്ടിനി നമുക്ക് ക്രോബാറോണോ മറ്റേ പെട്ടി തക്കാൻ പോകണം. ഞാൻ ചങ്ങായി ഇപ്പോഴങ്ങനെ വരുമോ? നമുക്ക് പെട്ടെന്ന് ഒരു ഇതാണ്ട് കിട്ടൂല. ഒരു ബാലൻസ് കിട്ടൂല. പെട്ടെന്ന് മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴിക്കുന്ന ബാലൻസ് പോകും. ഇനി നമുക്ക് എന്തെങ്കിലും ആകപ്പാട് ചെയ്യാറുള്ള ഇനി ഹെലികോപ്റ്റർ എസ്കേപ്പാണ്. അതാ നമുക്ക് കട്ടിംഗ് പ്ലെയറും കിട്ടിയാണ്. അതാ ഈ കട്ടിംഗ് പ്ലെയറിൻ്റെ ആദ്യം നമുക്ക് ഇവിടെ ആ ഷോക്ക് പോക്കണമെന്ന്. ഷോക്ക് പോക്കി പിന്നെ ഇപ്പം എന്താ ഈ ക്രോബാറിൻ്റെ കളിയില്ലേ, ഹാൻഡ് വീൽ മിക്കവാറും മുകളിലത്തെ ഉണ്ടാവില്ല. ഗ്രാൻഡ് എത്രാമത്തെ ഫ്ലോറിലാന്ന് പറഞ്ഞതാണ്. അവിടെ പോയി ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തേന്. പക്ഷെ ഇയാളത് ഓടി കാണുന്നില്ല. ഏതാ പുറത്തേക്ക് പോയോ? ഈ പുറത്തേക്കൊന്നും പോയില്ല. അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. നേരെ പോയി ഹാൻഡ് വീൽ അവിടെ ഉണ്ടാകും നോക്കാം. ഹാൻഡ് വീൽ അവിടെ ഇല്ലെങ്കിൽ മുഞ്ചും. ഹാൻഡ് വീലും കിട്ടി. അപ്പോൾ നമ്മൾ നൈസിലിപ്പോൾ കുറേ കളിച്ചില്ലായിരുന്നു. ഞാനിപ്പോൾ കൂടെ ഞാൻ നടന്നു വരികയാണ് ഉച്ച കാലിന്. നമ്മൾ രക്ഷപ്പെട്ടത് മറ്റേ ഇതുണ്ടാകണ്ട, ആ സ്റ്റീലിൻ്റെ ഇരുമ്പിൻ്റെ മറ്റേ അതുണ്ടായതുകൊണ്ടാണ്. നമുക്ക് 2 ആൾക്കാർക്കും നല്ല അടിപൊളി ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരിക്കണേ. 2 ആളും 1 മിനിറ്റ് ഒറ്റയടിക്ക്. നമുക്ക് അതുപോലെ തന്നെ ഡ്രോപ്പ് ചെയ്യാം. നമുക്ക് ഓവർ സമയമൊന്നുമില്ല. നമുക്ക് മെല്ലീച്ച കളിച്ചാൽ നമുക്കിപ്പോൾ ഡോർ എസ്കേപ്പിനുള്ള എല്ലാ സാധനങ്ങളും കിട്ടിക്കണേ. നമുക്ക് ഒന്നുകിൽ ഫിറ്റ് ചെയ്യാം. പിന്നെന്താണ് ക്രോബാർ കൊണ്ട് 2 പലക ഉണ്ട്, അവിടെ പൊളിക്കുക. ഹാൻഡ് വീൽ കൊണ്ട് അവിടുത്തെ ഗേറ്റ് വെക്കുക. പിന്നെ പാഡ്ലോക്ക് ചെയ്യാണ്ട് ലോക്ക് തുറക്കുക. അത്ര തന്നെ. പിന്നെ ഡോറ് തുറന്ന് എസ്കേപ്പ് ചെയ്യാം. കാര്യം കഴിഞ്ഞു. പക്ഷെ ഡോർ ഹാൻഡിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല. ഡോർ ഹാൻഡിൽ ഇവിടെ ഇല്ല. ഇവിടെ ഡോർ ഹാൻഡിൽ തെറിച്ചിന്. അതവിടെ നേരെ ഡോർ ഹാൻഡിൽ പോയി ഫിറ്റ് ചെയ്യണം. പിന്നെന്താണ് ക്രോബാർ കൊണ്ട് 2 പലക അടിച്ച് പൊളിച്ചണം. അതിൻ്റെ ഇടയിൽ ഗ്രാനി എണീച്ചു. അതാണ് പ്രശ്നം. കുറച്ച് നേരം ഒരു റെസ്റ്റ് കൊടുക്കുകയാണ്. പെട്ടെന്ന് എണീച്ചു. അത് നമുക്ക് നേരെ ക്രോബാർ കൊണ്ട് ഈ പലകയും പൊളിച്ച് ഇനെന്താ നമുക്ക് ഗ്രാനി എണീച്ചിങ്ങനെ കണ്ടില്ല. അതായിരുന്നു. നമുക്കിനി തീരെ കാത്ത് കളക്ഷനില്ല. നമുക്ക് നേരെ പോവാം. വിളിച്ചിരിക്കുക. ഗ്രാനി മോൾക്ക് അതിൻ്റെ ശേഷം നമുക്ക് മോൾക്ക് പോവാം. പിന്നെ സ്റ്റെങ്കറിനോണ്ട് ചെറിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് അത്രേ ഉള്ളൂ. ഈ സ്റ്റെങ്കറിനോണ്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സമാധാനമാണ്. കാരണം പിന്നെ ഒരു
കുറച്ചേരത്തിന് ഉണ്ടാവില്ലല്ലോ, നല്ല സുഖത്ത് കളിച്ചാം. പിന്നെ ഈ ഷോർട്ട് ഗണ്ണിൻ്റെ പ്രശ്നം എന്താണെന്നോ, പെട്ടെന്ന് ഉണ്ട തീരും. അതന്നെ ഈ ഷോർട്ട് ഗണ്ണിൻ്റെ പ്രശ്നം. കുഴപ്പമില്ല, പ്രോ പ്ലെയറാണ്, നമ്മളിതൊക്കെ എത്ര കണ്ടതാണ്. അപ്പോൾ നമ്മൾ ലിവർ വെച്ചാൽ നേരെ ഇതാ മുകൾക്ക് രക്ഷയാണ്. കാരണം സ്റ്റെങ്കറിന് മുകളിലാണല്ലോ ഇത്. ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണേ നന്നാ മുകൾക്ക് തന്നെ പോകേണ്ടി വരും. ഇത് ഗ്രാനോടെ വയ്ക്കണേ, ഗ്രാൻഡ് പോയാ ഗ്രാൻഡ് പോയിട്ട് ഇതാ പോണേ, ഇപ്പോഴാണ് പോണത്. അതിൻ്റെ ഒരു ഗ്രാനിൻ്റെ കെണിമ പെട്ട് ജസ്റ്റ് നമ്മൾക്ക് ഗ്രാനിൻ്റെയൊക്കെ ഒന്ന് അടി കിട്ടിയത്. ഇനി കളി സീനായി മാറി മോനെ, കളി മാറി. ഇനി റിവെഞ്ച് എടുക്കാനുള്ള ടൈമാണ്. അതാ നമുക്ക് നേരെ പോയി ലിവർ വലിച്ചാൽ മോൾക്ക് രക്ഷ. ഇപ്രാവശ്യം പണിയൊന്നും ഉണ്ടാവില്ല, കാരണം ഉണ്ടാവില്ലല്ലോ. ഇനി അഥവാ ഉണ്ടെങ്കിൽ അതിമ പെട്ടുകാണ്ട് പിന്നെ അടിയാങ്ങ. അത് കഴിഞ്ഞ് നമുക്ക് ഷോർട്ട് ഗണ്ണോട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അല്ലാതെ ഇപ്പം നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോഴത്തേന് സമയം തോന്നൂലേ. അപ്പോൾ നമ്മൾ നേരെ ഷോർട്ട് ഗൺ എടുക്കാൻ പോകണം. അതിൻ്റെ മുന്നേ ഹാൻഡ് വീലൊന്നും ഇങ്ങോട്ട് അടിയിക്കില്ല, കാരണം നമ്മൾ ഇനി ഹാൻഡ് വീൽ ഇതാക്കണം. അത് നമ്മൾ നേരെ ഹാൻഡ് വീൽ അടിയിക്കിട്ടിങ്ങനെ. അപ്പോൾ നേരെ സ്റ്റെങ്കൺ എടുക്കാം, ചെറിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. കാരണം ഇതിന് നമ്മൾ നേരത്തെ അടിച്ചതല്ലേ, അതിന് പകരം വീട്ടുണ്ടായിരുന്നു. അത് ഗ്രാനിപ്പോൾ ഓടിക്കത്തിച്ച് വരുന്നുണ്ടാവും. നമ്മൾ ഗ്രാനിക്ക് ഒരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൂടി കൊടുത്തിട്ടാണെങ്കിൽ നമ്മളെ റിവെഞ്ചും കഴിഞ്ഞ് നമ്മൾക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാം. ഗ്രാനിക്ക് വരാമെന്നാണ്. അതായത് പെട്ടെന്ന് അങ്ങനെ വന്ന് അതായിരുന്നു അവിടെ കണ്ടില്ല. ആവശ്യമില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് വരും. ഞാൻ വിചാരിച്ച ആളെ അതിലേക്ക് കുടുങ്ങിയെന്ന്. എന്തോ ജസ്റ്റ് മിസ്, എന്തോ ആൾക്കിന് കഴിച്ചില്ലായി. അതൊന്നും അങ്ങനെ കിട്ടും, കാർമൊക്കെ വെക്കാൻ പറ്റും ഇതിൻ്റെ അടി കൂടെ കൊണ്ട് അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മൾ പാഡ്ലോക്ക് ചെയ്യാണ്ട് അത് ഡോറിൻ്റെ ലോക്ക് തുറക്കുക, പിന്നെ ഹാൻഡ് വീൽ കൊണ്ട് നമ്മൾ ആ ഗേറ്റ് പൊക്കുക, എസ്കേപ്പ് ചെയ്യാം, അത്രേ ഉള്ളൂ. നമ്മൾ എന്താണ് ഈ ഹാൻഡ് വീൽ എടുക്കാൻ പോവാണ്. ഹാൻഡ് വീൽ നമ്മൾ എന്നിട്ട് ഇട്ടില്ല, നമ്മൾ അതെടുക്കുക, ഹാൻഡ് വീൽ കൊണ്ട് മറ്റേത് കറക്കുക. ഇവിടെ എന്താ കറങ്ങാത്ത അത് അപ്പോൾ കറക്കിക്കണ്. നമ്മൾ നേരെ പോവാം. പിന്നെ ഡോറിനൊന്നും എടുക്കാനില്ല, ഇല്ല തോന്നുന്നില്ലേ, ഉണ്ടാവില്ലല്ലോ, ഇല്ല. നമ്മൾ നേരെ ഡോർ എസ്കേപ്പ് ചെയ്യാൻ പോവാണ്. അത് നമ്മൾ പറഞ്ഞ വഴി ഡോർ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേരാണ്. പിന്നെ അടുത്തത് നമ്മൾ ഹെലികോപ്റ്റർ എസ്കേപ്പ് വെക്കാനും, നമ്മൾ ഹെലികോപ്റ്റർ എസ്കേപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ ഏത് ഗെയിം കളിച്ചാലെന്ന് കമൻറ്റ് ചെയ്യാം. ഓഫ്ലൈൻ ഗെയിം നമ്മൾ എന്താണ് ഓഫ്ലൈനാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കും, ഓൺലൈനാണെങ്കിൽ ചിലപ്പം ട്രൈ ചെയ്യുള്ളൂ. അല്ലാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ബൈ.